വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ കാര്യം പറയുകയാണെങ്കിലേ, രാവിലെ പതിപോലെ 6 മണി ആയപ്പം അല്ലാമൊക്കെ വെച്ച് എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് കിച്ചണിൽ പോവുകയാണ്. അച്ഛനും മോനും ഉറങ്ങുകയാണ്. സ്കൂളിൽ പോകേണ്ട ദിവസം തന്നെയാണ്, വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ശനിയാഴ്ച രക്ഷാബന്ധനാണ്. അപ്പോൾ ശനി ഞായർ അവധിയാണ്. അല്ലേലും ഈ ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ, അങ്ങനെ ഒരവധി എന്തായാലും അങ്കുവിന് പോയി കിട്ടി. അങ്ങനെ നമ്മൾ കിച്ചണിൽ എത്തിയിട്ടുണ്ടേ. ഞാനൊരു 5-10 മിനിറ്റ് വെള്ളമൊക്കെ കുടിച്ച് ഫ്രണ്ടിൽ ഇരുന്നിട്ടാണ് പിന്നെ കിച്ചണിലേക്ക് തിരിച്ച് വന്ന് ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങുന്നത് കേട്ടോ. ഒന്ന് സെറ്റ് ആവണ്ടേ. അപ്പോൾ 6:10 എഴുന്നേറ്റ് അവന് കുറച്ച് മുട്ടയൊന്ന് ചിക്കി ഉള്ളി വഴറ്റിയിട്ട് അങ്ങനെ ഒന്ന് റെഡിയാക്കി വെച്ചു. പാലും കാച്ചി എടുത്തു. ഞാൻ വിചാരിച്ചു ബ്രൗൺ ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് ടോസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന്, കുറച്ച് നെയ്യൊക്കെ പുരട്ടിയിട്ട്. കുറേ ദിവസമായിട്ട് ഞാൻ ദോശയായിരുന്നു കൊടുത്തു വിടുന്നത്. എന്നും ഈ ദോശയൊക്കെ കൊടുത്തു വിട്ടാൽ അവന് ഒരു മടുപ്പാവത്തില്ലേ. ചില ദിവസം ഞാൻ സ്റ്റഫ് ചെയ്ത് ഇങ്ങനെ സാൻഡ്വിച്ച് പോലെ ബ്രെഡിൽ കൊടുക്കും. ഇന്ന് ഞാൻ വെച്ച് സെപ്പറേറ്റ് വെക്കാമെന്ന്. കാരണം അവന് ആവശ്യത്തിന് വെറുതെ പച്ചയ്ക്ക് വേണമെങ്കിലും കഴിക്കാം, അല്ലാതെ അതിൻ്റെ കൂട്ടിയും കഴിക്കാം. പിന്നെ ഒരു പഴം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ബ്രെഡും പഴവും നല്ല കോമ്പിനേഷൻ അല്ലേ, എനിക്ക് ഒത്തിരി ഇഷ്ടം കേട്ടോ. സിമ്പിൾ പച്ച ബ്രെഡ് ടോസ്റ്റ് ഒന്നും ചെയ്യാതെ അത് ഈ പഴവും. അങ്ങനെ അങ്കുവിൻ്റെ ടിഫിനും വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചു. സ്കൂളും ഓഫീസും തിരക്കൊക്കെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ രക്ഷാബന്ധനാണ് ശനിയാഴ്ചയെന്ന്. ഇനി അങ്ങോട്ട് നമ്മുടെ ആഘോഷ പെരുമഴകളായിരിക്കും നോർത്ത് ഇന്ത്യയിൽ. ഈ രക്ഷാബന്ധനോടുകൂടി സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ വിനായക ചതുർത്ഥി, ദീപാവലി പ്രാവശ്യം നേരത്തെയാണ് വരുന്നത്, ഒക്ടോബറിലാണ്. അപ്പോൾ മൊത്തത്തിൽ ഒരു സന്തോഷമായ ഒരു കാലങ്ങളാണ് ഇനി അങ്ങോട്ട് വരുന്നത്. ഇടയ്ക്ക് ഒരു 2-3 ദിവസം ഭയങ്കര ഡ്രൈ ആണ്, അതായിരുന്നു ഈ ജൂലൈ വരെ. ഇനി ഈ രക്ഷാബന്ധൻ സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് നല്ല ഒരു ആക്റ്റീവ് ആവും ഇവിടെ ഉള്ളവരൊക്കെ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു കപ്പയാട്ടോ, ഹർഷ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു, അങ്ങനെ കവറിൽ തന്നെ ഇങ്ങനെ വെച്ചിരുന്നു. ചെന്നീര് ഓഡിയോ ഒന്നും അറിയത്തില്ല സംഭവം. ഞാൻ പുറത്തെടുത്ത് വെച്ച് നോക്കിയപ്പോൾ ചെറുതായിട്ടൊരു പൂപ്പൽ പോലെ അറ്റത്തൊക്കെ ഇങ്ങനെ കണ്ടു. പക്ഷെ നടുഭാഗമൊക്കെ നന്നായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു. അപ്പം ഞാൻ ആദ്യം ഒന്ന് കട്ട് കളഞ്ഞു, പ്രത്യേകം വേവിച്ചിട്ട്. എന്നിട്ട് കുക്കറിൽ തന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് അങ്ങ് വേവിച്ചുടച്ചെടുത്തു കേട്ടോ. നല്ല വെന്ത് കലങ്ങുന്ന കപ്പയായിരുന്നു. ഇതിലേക്ക് ഞാൻ കുറേ പച്ചമുളകും കരിവേപ്പിലയും കൂടെ ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ തന്നെ കഴിക്കാനാണ് തോന്നുന്നത്. അപ്പം ഞാനൊരു പുതിയ സ്റ്റൈലിലാണ്, നമ്മുടെ തേങ്ങയൊന്നും ഇടാത്ത രീതിയിൽ കുറച്ച് വെള്ളം പോലെ വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ഫ്രഷ് കരിവേപ്പിലയും കൂടി ഇട്ട് ഇളക്കിയിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി, ഞാൻ പറഞ്ഞല്ലോ ലൂസായിട്ട്. അതിൻ്റെ കൂടെ ഞാൻ ചട്നിയും കൂടെ അരച്ച് വെക്കുന്നുണ്ട്. നമ്മുടെ തേങ്ങാ ചമ്മന്തി ഉണ്ടല്ലോ, അത് ഉരുട്ടിയതേ അതും എടുത്തിട്ടുണ്ട്. ശരിക്കും നല്ല വെന്ത് കലങ്ങുന്ന കപ്പയായിരുന്നു കേട്ടോ. അത് ഈ രീതിയിലായത്. എന്തായാലും കുറച്ച് വെള്ളം പോലെ ആയി. എങ്ങനെ ഇരിക്കും എന്ന് എനിക്കറിയത്തില്ലായിരുന്നു, പക്ഷേ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റാണ്. അതായത് കയ്പും ഇല്ല, നല്ല രുചിയുള്ള കപ്പ. അപ്പോൾ ഞാൻ നമ്മുടെ ഉലുവാമാങ്ങയുടെ കുറച്ച് ചാറ് ഒരു സൈഡിലോട്ട്, കുറച്ചും കൂടെ എരിവ് കിട്ടുമല്ലോ, നല്ല എരിവുണ്ട് അതിന്. അപ്പോൾ ഞാൻ അതൊരു സൈഡിലോട്ട് ഇച്ചിരി ഒന്ന് തൊട്ട് കഴിക്കാമല്ലോ വെച്ചാൽ അതും വെച്ച് കുറച്ച് ചട്നി എടുത്തു. ശരിക്കും ഈ കപ്പ മാത്രം മതി കേട്ടോ, ഇങ്ങനെ നമുക്ക് എടുത്ത് കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറേ നാളായി നമ്മുടെ കപ്പയൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ അത് കഴിക്കട്ടെ. നമ്മുടെ മെയ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ. ആസ് യൂഷ്വൽ എല്ലാ വർഷവും രാഖി കെട്ടിത്തരാറുണ്ട്. അതൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. എപ്പോഴും വൈബ്രന്റ് ആട്ടോ പുള്ളിക്കാരി. അപ്പോൾ എനിക്കും രാഖിക്കും അങ്കുവിനും എല്ലാ വർഷവും തരാറുണ്ടേ. മൈലാഞ്ചി ഡിസൈനൊക്കെ കണ്ടോ. ഇതാട്ടോ അപ്പോൾ അവര് കെട്ടിത്തരുന്ന ചരട്. ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട്. सिंदूर है, हम लोगों में टीका लगाते और मांग भरते हैं. പിന്നെ അതേ സ്വീറ്റ്സ് ഉണ്ടോ, രസഗുള, അതും അവർ കൊണ്ടുവന്ന് തരും. അങ്ങനെ രാഖിയും കെട്ടി സിന്ദൂരവും ഇട്ട് സ്വീറ്റ്സ് ഒക്കെ തന്നു. ഇത് നമ്മുടെ അങ്കുവിനും രാഖിക്കുള്ള, അവരിവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് അവരുടെ എൻ്റെ കയ്യിൽ തന്നിട്ട് പോവാണ്. പുള്ളിക്കാരി 2 ദിവസത്തേക്ക് അവധിയും കൂടെ, അവരുടെ സന്തോഷമല്ലേ. പിന്നെ നമുക്ക് അത് കേൾക്കുമ്പോൾ തന്നെ സന്തോഷമാണ്. പുള്ളിക്കാരി മൊത്തത്തിലൊരു പോസിറ്റീവ് വൈബ് തന്നെയാണ് കേട്ടോ. എന്തോരം കാര്യങ്ങൾ പറഞ്ഞു തരുമെന്നറിയാമോ. ഞാൻ കൂടുതൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് പഠിച്ചത്. എനിക്ക് ഈ സംഭവമൊക്കെ ഇട്ട് തന്നു. ഹോളിയുടെ കളറാണെങ്കിൽ എനിക്ക് അലർജിയാണ്. ഞാനത് കാരണം പ്രത്യേകം ചോദിച്ചു, സിന്ദൂരമാണോ അതോ കളറാണോ. അപ്പോൾ പുള്ളിക്കാരി ഒരു സിന്ദൂരം തന്നെയാണ്. എന്തായാലും ഞാൻ ഇട്ടു, അല്ലെങ്കിൽ ചൊറിച്ചിലങ്ങ് ഇളകുവേ.
അപ്പോൾ ഇതാണ് രാഖി. അപ്പോൾ ഞാൻ കുറച്ച് ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ട് വീണ്ടും കിച്ചണിൽ കയറി. ഞാൻ കഴിഞ്ഞ വ്ളോഗിലും പറഞ്ഞല്ലോ, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ബിഗ് ബോസ് കാണുന്നത് ഇപ്പോൾ ഒരു ടൈം പാസ്സാണ്. ശരിയാണ്, അതിനകത്ത് മൊത്തത്തിൽ അടിയും പിടിയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മളിങ്ങനെ വെറുതെ വീട്ടിൽ ഇരിക്കുമ്പോൾ എനിക്കിപ്പോൾ സിനിമ കാണുന്നതിനെക്കാട്ടി ലൈവായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ അതെന്തോ എനിക്കറിയത്തില്ല കേട്ടോ. ഈ പറയുന്നൊരു സൈക്കോളജിക്കൽ മൂവ് ആണ്. അതിനകത്തും സൈക്കോളജിക്കൽ മൂവ് തന്നെയാണല്ലോ. അവർക്ക് ഫോൺ കൊടുക്കില്ല, TV കൊടുക്കില്ല. അപ്പം മൊത്തത്തിൽ സ്വഭാവം അവരുടെയും മാറും. അപ്പം നമുക്ക് ഇവിടെ ഇരുന്ന് കാണുമ്പോൾ നമ്മളും അതിൽ അഡിക്റ്റായി പോകുന്നതാണോ എന്തോ എനിക്കറിയത്തില്ല. ഞാനും ഒരു ബിഗ് ബോസ് വീട്ടമ്മയായി മാറിയിരിക്കുന്നു. അപ്പോൾ ഒരാൾക്ക് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വന്നിട്ട് ഞങ്ങൾ നമ്മുടെ ബാങ്കിലോട്ടൊന്ന് പോകും കേട്ടോ. തൊട്ടടുത്താണ് നമ്മുടെ NTPC ഇല്ലേ, കോഫി ഹൗസിൻ്റെ, അതിൻ്റെ തൊട്ട് മുകളിലാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ. ഇവിടുത്തെ എൻ്റെ അക്കൗണ്ടിലെ പേര് കുറച്ച് വ്യത്യാസമുണ്ട്. ഒരാൾക്ക് അതേ ലഞ്ച് കഴിച്ചിട്ട് ഓഫീസിൽ യൂണിഫോമോടുകൂടി തന്നെ വന്നിട്ട് തിരിച്ചിങ് ഓഫീസിൽ പോകണം. ഈ ബാങ്ക് അക്കൗണ്ട് ഇപ്പോൾ ലിങ്കിങ് ഒക്കെ ആയതുകൊണ്ട് പേര് കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ അതൊന്ന് ശരിയാക്കാനുണ്ടായിരുന്നു. എൻ്റെ ഇനിഷ്യൽ ഇവിടുത്തെ അക്കൗണ്ടിൽ അവർ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ റിക്വസ്റ്റ് കൊടുത്തിട്ട് ഞങ്ങൾ ഉടനെ ഇറങ്ങി. തിരിച്ച് വീട്ടിൽ വന്നിട്ട് നമ്മുടെ മാങ്ങ ഉണ്ടല്ലോ, അതിനകത്ത് കുറച്ച് മിൽക്ക് മെയ്ഡും പാലും കൂടെ അടിച്ചിട്ട് ചിയ സീഡ് ഞാൻ എപ്പോഴും കുറച്ച് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാം. അതും കൂടി ഇട്ടിട്ട് ഞാൻ കുടിക്കുകയാണ്. ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്നിട്ട് ഇങ്ങനെയൊക്കെ കുടിക്കുന്നുണ്ടല്ലോ, അയ്യോ സ്വർഗം കിട്ടുന്ന സുഖമാണ്. രാഖേ പിന്നെ തിരിച്ച് ഓഫീസിൽ പോയി. ഹങ്കു വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങളിങ്ങ് തിരിച്ചെത്തി കേട്ടോ. വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല. ചെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. ഡിന്നറിനായിട്ട് ഞാൻ കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിയിട്ടിട്ടുണ്ടായിരുന്നു. കുറേ നാൾ ഗ്രീൻ പീസ് ഉണ്ടാക്കിയിട്ട്. വൈറ്റ് പീസ്, യെല്ലോ പീസായിരുന്നു നമ്മൾ കൂടുതൽ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അതിൽ നിന്ന് ഞാൻ വെള്ളത്തിൽ കുതിർന്നത് കുറച്ചൊരു പാത്രത്തിൽ മാറ്റി വെക്കുക. നമുക്ക് പിന്നെ മട്ടർ പനീറായിട്ടോ പുലാവിലും അതുപോലെ ആലു മട്ടറോ, നമ്മുടെ മട്ടറിൻ്റെ അതേ ഒരു ഇതാണല്ലോ ഇത് കുതിർന്നാൽ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അത് കുറച്ച് ഫ്രിഡ്ജിലോട്ട് വെക്കുക. അത് കേടാവത്തില്ല. അകത്തിരുന്ന് കിളിച്ചാലും വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല, നല്ലതായിട്ടിരിക്കും. ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് ഗ്രീൻ പീസ് ഇങ്ങനെ വെള്ളത്തിൽ ഇടുമ്പോൾ കേട്ടോ. ബാക്കി ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് പാല് തിളച്ച് തന്നു കേട്ടോ. അത് ഓഫ് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, നമ്മുടെ കല്ലുപ്പ് കലക്കി വെച്ചത്. എന്നിട്ട് മസാലയ്ക്കായിട്ട് എണ്ണയിൽ സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടതും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൂടെ ചപ്പാത്തി ഞാൻ ടൗൺഷിപ്പിലെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, അവരിങ്ങ് കൊണ്ടുവരും. നല്ല ചപ്പാത്തി കേട്ടോ, വീട്ടിലുണ്ടാക്കുന്നതല്ലേ, നല്ല സോഫ്റ്റ് നല്ല ചപ്പാത്തി. ഫുൾക്ക പോലത്തെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളകും കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ നല്ലൊരു ഫ്ലേവർ തരും കേട്ടോ. അതിനുശേഷം അതിലേക്ക് ബേസിക് മസാലാസ്, നമുക്ക് എന്താ ഫ്ലേവർ അതിനനുസരിച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കസൂരി മേത്തി ഞാൻ ചേർക്കാറുണ്ട്, എനിക്കിഷ്ടമായതുകൊണ്ട് അങ്ങനെയൊക്കെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തേ അത് വെന്ത് വന്ന് നമ്മുടെ ഗ്രീൻ പീസിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞല്ലേ, ഇപ്പോൾ ഇവിടുത്തെ വീട്ടിൽ നിന്ന് ചപ്പാത്തി ഒക്കെ വാങ്ങുന്നതുകൊണ്ട് നമുക്ക് എളുപ്പമായി. ഞാൻ ആദ്യം ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഉള്ളവർക്ക് അത്ര ഇടിയപ്പം രാത്രി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ചപ്പാത്തി അങ്ങ് ഓർഡർ ചെയ്തേക്കാം, നമുക്കും പാടില്ലല്ലോ. അപ്പോൾ പിന്നെ അടച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 2-3 വിസിലും കൂടെ കൊടുത്തിട്ട് നമുക്ക് നോക്കാം. ഒരുപാട് വെന്ത് പോലും കേട്ടോ. ഞാൻ ഉപ്പൊഴിച്ച് വേവിച്ചുകൊണ്ട് അധികം വെന്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഒരു ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ കൊടുത്തിട്ട് ആവി മാറി തുറന്ന് നോക്കിയപ്പോൾ നല്ല ഗ്രേവിയൊക്കെ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ലൊരു മണവും. ഇത് ഇച്ചിരി കൂടെ ഒന്ന് തിളപ്പിച്ചൊന്നും കൂടെ ഒന്ന് കുറുക്കി അപ്പോഴത്തേക്ക് സെറ്റാവും നമ്മൾ ചപ്പാത്തി വരുമ്പോഴത്തേക്ക് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ റെഡി ആയിട്ടുണ്ടേ. പിന്നെ നമ്മുടെ കിളിക്കൂട് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചില്ലേ, അത് ഇത്ര എത്തി കേട്ടോ. തൂക്കണാങ്കുരുവിയുടെ കൂട് എത്ര ഫാസ്റ്റായിട്ടാണ് അതുണ്ടാക്കുന്നത്. ദൈവത്തിൻ്റെ ഒരു എന്താ പറയുക അത്ഭുതം എന്ന് പറയാം. എല്ലാവർക്കും, എല്ലാ ജീവികൾക്കും അതിൻ്റെതായ ബുദ്ധി ദൈവം കൊടുക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.